ഉണ്ണിയപ്പം, ചിപ്സ്, മുറുക്ക്, പാലക്ക് മുറുക്ക്, ടൊമാറ്റോ. ചേട്ടാ പാലക്ക് മുറുക്ക് പിടിച്ചിട്ട് വാ. തിരക്കിലാണ്. ഓ തിരക്ക് കഴിഞ്ഞ് വരുമോ? പിന്നെ സന്തോഷം, അത്ര മതി. അയ്യോ ചേച്ചി പോയപ്പോഴത്തേക്ക് ഇത് മേടിച്ചില്ല. ചേച്ചി നല്ല ഫ്രഷ് മുറുക്കാണ് ചേച്ചി. ഇവിടെ നിന്ന് മേടിക്കാവോ? നമ്മുടെ ഓണം ആകെ വിഷമോ. വില 15 രൂപയെങ്കിലും കുറച്ച് തരാം ചേച്ചി, പ്ലീസ് ചേച്ചി. ഇപ്പൊ ഏത് വേണം ചേച്ചിക്ക്? ഏത് വേണം? ഈ പക്കവിടെ എത്ര ആവാ? രണ്ടും കൂടെ 60 രൂപയുള്ളൂ. 40 മതി. 40. ആ എടുക്ക്. 44 കൊല്ലമായിട്ട് നമ്മളിവിടെ ബോർമീറ്റ് കച്ചവടം നടത്തുകയാണ്. ഇത്രയും നാളായിട്ട് ഒരാൾ പോലും മേടിച്ച് കംപ്ലൈന്റ് പറയുന്നില്ല. ചേച്ചിക്ക് അതറിയാം. ഒരു 50 രൂപ തന്നെ ഇവിടെ. ഇല്ല 50 രൂപ. 40 ഉള്ളൂ. വസുന്ധര സൂക്ഷിച്ചേ. മുല്ലപ്പൂ തലയിലുണ്ടല്ലോ. അത് റോസാപ്പൂല്ലേ? ഓണം എന്ന് പറഞ്ഞ മുല്ലപ്പൂ വെക്കണം. ശരി ചേച്ചി, 1 മുഴം ഏറ്റവും നല്ലത് നോക്കി ഇങ്ങനെ തന്നു. പാലക്ക് മുറുക്ക് എടുക്കട്ടാ. മുളക് മേടിച്ചിട്ട് പോടാ പാലക്ക് മുറുക്ക്. ഇന്നലെ മേടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സാധനം കൊള്ളായിരുന്നാ? അപ്പൊ ഇന്ന് എടുക്കട്ടാ കേക്ക്. വീണ്ടും ഒരു കേക്ക് കൂടെ എടുക്കട്ടാ. 2 കേക്ക് കൊടുക്കാം. മാമന് 2 കേക്ക് കൊടുക്കാം. ഹാപ്പി ഓണം. അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുന്നു. അടുത്ത ഏത് സ്റ്റേറ്റില്? തമിഴ്നാട് പോടാ. തിരുനെല്ലി പോടാ. അപ്പൊ അവിടെ നിന്ന് ഇരുട്ടിക്കടയിൽ നിന്ന് ഹൽവയും കൂടെ മേടിക്കാല്ല. ശരി, സന്തോഷം. ഇന്നലെ ചോദിച്ചപ്പോ അതില്ലായിരുന്നു കേട്ടോ. ഉണ്ടംപുരി ഉണ്ട് മാമ. ഇവനാ ഉണ്ടംപുരിയും ബോണ്ടയുടെയും കൂടെ ഫ്രഷ് പാക്കറ്റിംഗ് എടുക്കുവോ? ബൂന്തിയും കൂടെ. ഉടായ്പൊന്നുമല്ല, നല്ല സാധനം മോനെ. ഈടാ നമ്മളെയൊക്കെ ഉടായ്പെന്ന് വിളിക്കുന്ന മാമ. ആകെ വിഷം പോണല്ലോ. ശരി, ഓവറാ. കുഴപ്പമില്ലല്ലേ? അപ്പൊ ശരി, ഐശോ ഓണം അടിച്ച് പൊളിച്ചോ കേട്ടോ. ഓ അപ്പൊ ഇതാണോ നമ്മുടെ പാളയം മാർക്കറ്റ്? അതെ വസുന്ധരെ, നമ്മൾ ഈ സീരിയലിലെ കഥാപാത്രങ്ങളെല്ലാം ദുഷ്ടത്തരം അല്ലേ? ഞാനിപ്പോ കുറച്ച് മെച്ചപ്പെട്ടു. ഞാൻ ഭയങ്കര ദുഷ്ടത്തരം അല്ലേ? ആൾക്കാർ എങ്ങനെയാവുമെന്നോ നമ്മളെ പിടിച്ച് ഇടിക്കൂ? ഇല്ല, എന്തായാലും വാ. 30 രൂപയുള്ള 50 രൂപയുടെ സാധനം നമ്മൾ ഇന്ന് എൻ്റെ 30 രൂപയ്ക്ക് തരാണ്ട്. എന്നെ ചമപ്പിക്കില്ല. അല്ലെങ്കിൽ ഇന്ന് ശമ്പളം കിട്ടൂല. അതുകൊണ്ടാണ്. തുടക്കമാണ്, ഫസ്റ്റ് ദിവസമാണ്. ഇന്ന് പിരിവായിരുന്നാ? 50 ഇരിക്കുന്നല്ലോ. അയ്യോ ലോട്ടറി ടിക്കറ്റ് ഉണ്ടാ? ഞാൻ മേടിക്കായിരുന്നു. ആണോ? ഓണം ബമ്പറിന് 500 രൂപ. 500 നിങ്ങൾ വാങ്ങിക്കില്ലെന്ന് അറിയാം. അല്ല ഞാൻ മേടിക്കാം. ഇത് കഴിഞ്ഞിട്ട് തിരക്ക് കഴിഞ്ഞാൽ ഒന്ന് മേടിക്കും. ശരി പോട്ടാ. നാളെ ഞങ്ങക്ക് മനസ്സിലായില്ല ആരെ. അല്ല നമ്മുടെ മാവന്റെ കടയാണ് ഇത്. നമ്മുടെ കടയാണ്. അതെ, ഞങ്ങൾ ഇവിടെ കുറച്ച് ചേച്ചിമാരെയൊക്കെ സെറ്റ് ആക്കി കണ്ടിട്ട് വരാം. അല്ല പോവാം. പക്ഷെ ഇവിടെ ഒന്ന് പോയതാണ്. ഇതൊക്കെ ഫ്രീ ആയിട്ട് തരുമോ? ഫ്രീ ആയിട്ട് ചേച്ചി നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നാ? ഫ്രീ ആയിട്ട് തന്നെ വിചാരിച്ചോളാം. കാര്യം എന്താണെന്ന് അറിയാവോ? അല്ല ചേട്ടാ, ഫ്രീ ആണെന്ന് കാര്യം പറയാൻ കാര്യമുണ്ട്. ഇന്ന് എല്ലാത്തിനും ഭയങ്കര വിലക്കുറവാണ്. എല്ലാം ഓക്കെ, ഞങ്ങൾ തിരിച്ചു വരാതെ. അയ്യോ ഈ ബൾബ് നീ ഇത് നമ്മുടെ മാവിന്റെ കടയാണ്. നമ്മൾ ഇവിടെ എന്നോട്ട് അങ്ങോട്ട് ഓണം അങ്ങോട്ട് വിപുലീകരിക്കാനായിട്ട് ഇത് ഞാൻ കാണിച്ചു തന്നെന്ന് പറഞ്ഞാ ഇനി നമ്മൾ അവിടെ ചെന്ന് ചെയ്യേണ്ട സംഭവം മുഴുവൻ ഇതാണ്. ഇങ്ങനെ നിന്ന് വേണം നമ്മുടെ ചേച്ചിമാർക്കൊക്കെ കച്ചവടം പിടിച്ചു കൊടുക്കാൻ. അപ്പൊ സംഗീത ചേച്ചി നെയ്വി ചേച്ചിക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരിക എന്നുള്ളായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ നമ്മൾ ചുമ്മാ നമ്പറല്ലേ, നമ്മൾ ഈ വാങ്ങിപ്പിക്കേണ്ടതൊക്കെ അവിടെ ചെന്നിട്ടാണ്. അവിടെ കുറെ ചേച്ചിമാര് നമ്മളെയും കാത്തു നിപ്പുണ്ട്. പിന്നെ ചേച്ചി എന്തായാലും മാമനെ നമുക്ക് വിഷമിപ്പിക്കാതെ ചേച്ചിയുടെ വായത്താലും മാമ ഇങ്ങോട്ട് ഇറങ്ങി വരണം. മാമ ഗെറ്റപ്പ് ഇറങ്ങി വരണം. ചേച്ചി ഒരു കിടിലം ഓണം ഗിഫ്റ്റ് ഹാമ്പറാണ് കൊടുക്കുന്നത്. എക്സ്ക്ലൂസീവ്ലി ബ്ലെൻഡഡ് ഫോർ ടീ ലവേഴ്സ്. അതാണ് മാമ. ഇനി ഞങ്ങൾ വരുമ്പോ ഇടയ്ക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരണം കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മുടെ പരിപാടി ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നത്? ആണോ? എന്ത് പരിപാടി? പരിപാടിയുടെ പേരാണ് ഹാപ്പി അല്ലേ ഓണം, കോപ്പവേർഡ് ബൈ മിൽമ. നമ്മുടെ ഓണം നമ്മുടെ മിൽമ. സൂപ്പറാണ് കേട്ടോ. നല്ല പിഞ്ച് വെണ്ടയ്ക്ക. നല്ല പിഞ്ച് കണ്ട കീഴ്. ഇത് പാവയ്ക്ക. പാവയ്ക്ക വെണ്ടയ്ക്കാണ്. നാടൻ പയർ. ബീൻസ് അവിടെ സംഗീത ചേച്ചി, അവിടെ ഭഗവതി ചേച്ചിയുടെ അടുത്തും ഇവിടെ നമ്മുടെ ദേവി ചേച്ചി, അംബിക ചേച്ചിയുടെ റെഡി ആയി. വേറൊരു കാര്യം ശ്രദ്ധിച്ചു വിജയ്, അവിടെ മാച്ചിങ് ആണ്, ഞങ്ങൾ മാച്ചിങ് ആണ്. മാച്ചിങ് ആണ്. ഇതൊക്കെ ഇതേ വന്ന അറേഞ്ച്മെന്റ് അല്ലേ? എനിക്കല്ലേ
മേടിക്കാൻ വന്ന ചേച്ചിയെ കൊണ്ട് വേറെ 4 ഐറ്റം മേടിപ്പിക്കണം. അതാണ് സംഗീത ചേച്ചിയുടെ വിജയം. പിന്നെ മുട്ട വേണം. മുട്ട എത്ര വേണം? മുട്ട അവിടത്തെക്കാളും നല്ല മുട്ട ഇവിടെ ഉള്ളു. പിടയ്ക്കണ മുട്ട അടിച്ചു കയറി വാ. വെരി ഗുഡ്. നല്ല കച്ചവടം ചേച്ചി കണ്ടുപിടി. വേണ്ടേ? ഒന്നും വേണ്ട. ചേച്ചിയുടെ പേരെന്താ? കല. ഇവിടെ മാർക്കറ്റിൽ വരാറുണ്ട്. സ്ഥിരം വരുന്നതാണ്. വെരി ഗുഡ്. ശ്രീവരാഹത്തുള്ള ശ്രീകല ചേച്ചിക്ക് മിൽമയുടെ വക ഈ റെഡി ടു ഡ്രിങ്ക് പാലട പായസം മിക്സ് ആണ്. അപ്പൊ ഹാപ്പി അല്ലേ അവിടെ? നാളെ എന്തോ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നു? സാമ്പാറാണോ അവിയലാണോ തീയലാണോ? അവിയലിന്റെ കഷ്ണം എടുത്ത് കൊടുക്കുക ചേച്ചി. ധൈര്യമായിട്ട് കൊടുക്കും. 100 രൂപയ്ക്ക് 100 കിറ്റ്. അതാണ് ഒരു കിറ്റ് കൊടുക്കുക. ഇത് മിക്കവാറും തിരിച്ച് ആലപ്പുഴ പോയി മലക്കറിക്കട ഇടും. എന്തോ പേരെന്തുവാ? ബൃന്ദ. ഇവിടെ ട്രിവാൻഡ്രം സെറ്റ് വേണ്ടത്. ഓക്കെ, ചേട്ടന് പേരെന്താ? ഷിലു. ഓക്കെ. ഒരു കാര്യം ചെയ്ത് നമ്മളെ കണ്ടോടനെ യൂട്ടേൺ എടുത്ത് പോയാൽ ചൂട് സാധനങ്ങൾ കൊടുത്തേ. രൂപയുടെ സാധനത്തിന് 200 രൂപ മേടിപ്പിക്കണം. അവിടെ സംഗീത ചേച്ചി ഒരു മാങ്ങ ആളെ കിട്ടിയിട്ടുണ്ട്. തക്കാളി എല്ലാം ചേച്ചി. ഇവിടെ എന്താ ഈ കച്ചവടം? പൊടി പൊടിക്കുന്നു. ചേച്ചി മേടിക്കണം ചേച്ചി. ഫ്രഷ് സാധനം. റെഡി. മാങ്ങ പച്ചമുളക് വേണ്ട. ഇത് മതിയോ? പച്ചത്തക്കാളി ഉണ്ടോ? പച്ചത്തക്കാളി ഞങ്ങളുടെ കച്ചവടം ഹാപ്പിയല്ലേ? 100 രൂപ കിട്ടല്ലേ? 100 രൂപ. ഞങ്ങൾ ഇത്ര നിർബന്ധിക്കും. ഞാനിവിടെ കാല് വെച്ചിരുന്നേ ഉള്ളു. അവിടെ കുഴിച്ചു നിർത്തിയിരിക്കുക ചേച്ചി. നട്ട് വെച്ചിരിക്കുക അവിടെ. അല്ലെങ്കിൽ ചേച്ചി ഇറങ്ങി ഓടിയേനെ. ഓക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അല്ലല്ല ഇനി പോരുത്. ഇനിയാണ് ട്വിസ്റ്റ്. കാർ ക്ലീനിംഗ് പ്രോഡക്റ്റ് നിർമ്മാതാക്കളായ ഡിപ്പോൾ നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ് ചേട്ടന് കൊടുക്കുന്നത്. ഡിപ്പോൾ തീർന്നിട്ടില്ല. യെസ്, ഈറ്റ് ബെസ്റ്റ് മില്ലറ്റ് ഫുഡ്സ് നൽകുന്ന ഒരു കിടിലം സമ്മാനമുണ്ട്. ചേച്ചിക്ക് മേടിച്ചോളൂ. അടിപൊളി. നല്ല ആരോഗ്യത്തിന് നല്ലത് കഴിക്കൂ. ഹാപ്പി ഓണം. അപ്പൊ ഒരു ഹാപ്പി ഓണം പറഞ്ഞു എല്ലാവരോടും. ഹാപ്പി ഓണം. താങ്ക് യു. അപ്പൊ സുനിൽ ചേച്ചിക്ക് സംഗീത ചേച്ചി നമ്മൾ വെറുതെ ഒന്നും ആരെയും വിടാറില്ല. ഹാപ്പി അല്ലേ ഓണം എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിരിക്കും അല്ലെ? സംഗീത ചേച്ചി BB കായത്തിന്റെ വക ഒരു കിടിലം സമ്മാനമാണ്. BB കായം. താങ്ക് യു ചേച്ചി. ചേട്ടാ കച്ചവടമൊക്കെ നടക്കുകയാണല്ലേ? അടിപൊളി. ഓണമായിട്ട് തകർക്കാണ്. അടിപൊളി. ഇതുവരെ വിഷു ഇവിടെ തീർന്നില്ലേ? നമുക്ക് അമ്മയെ കാണാം. അമ്മയുടെ പേരെന്താ? കമലാക്ഷി. ഒരു ബൈക്ക് എവിടെ? എന്തൊക്കെ വിശേഷം? ഇതൊക്കെ തന്നെ മക്കളൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അതാണ്. ഇതൊക്കെയാണോ മെയിൻ ഐറ്റംസ്? രാവിലെ എപ്പോ വരും? രാവിലെ 8 മണിയാവും. 8 ഇവിടെ 9 മണി വരെ കാണും. 9 മണി വരെ. ഓ മൈ ഗോഡ്. പക്ഷേ ഈ മുഴുവൻ സാധനം വിറ്റുപോയാ കിട്ടുന്നതിനെക്കാട്ടി വലിയ ചിരിയാണ് ഇപ്പൊ അമ്മയുടെ. നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടതല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ വീട്ടിൽ പോയി ഇതിനൊക്കെ സമയം കിട്ടാറുണ്ട്? കണ്ടിട്ടേ കിടക്കുള്ളൂ. കണ്ടിട്ടേ കിടക്കാവൂ. അതെ. ഇത് ഇങ്ങനെ കൂറിനാണോ അതോ കിലോ കണക്കിനാണോ? കിലോ കണക്കിന് കൊടുക്കും. അല്ല ഇവിടെ കൂറെന്ന് പറഞ്ഞാലേ അങ്ങനെ ചേച്ചി ഇതിപ്പോ ഇത്ര ഉണ്ടെങ്കിലും കിലോയ്ക്കല്ല, ഇത്ര കൂട്ടത്തിന് ഒരു വില. ഇത് കൂറ് വിൽപ്പന എന്ന് പറയും. ഇപ്പൊ എല്ലാം തൂക്കമുണ്ട്. ചേട്ടാ സാധനം മേടിക്കാൻ വന്നവരൊക്കെ പറഞ്ഞു വിട്ടതാണ് തോന്നുന്നത്. അവരെ കണ്ടതിന് ശേഷം മാത്രം അത് മതി. ചേട്ടന്റെ പേരെന്താ? എന്റെ ഒരു ബിജു. ബിജുവിന് എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഞാൻ 4 വർഷമായി. കൊച്ചിയിൽ വന്നതാണ്. അത് ശരി. എപ്പോഴും വളർന്നിട്ടില്ല, എപ്പോഴും കൊച്ചു വയസ്സാണ്. ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നോക്കിയാട്ടാ ഇൻകം ടാക്സ് അറിയാതെ? ഒരു 4-5 രൂപ കുറിച്ച് നടക്കും. ആ മൈക്ക് പിടിക്കുന്ന കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും തോന്നുന്നു. ഒരു ഗായകന്റെ എല്ലാവിധ മാനസിക അങ്ങനൊന്നുമില്ല. നമുക്കപ്പോ ഒരു ചോദ്യം ചോദിച്ചാലോ? നമുക്ക് ചോദ്യം ചോദിച്ചൊരു സമ്മാനം കൊടുക്കാം ചേട്ടന്. അതാ. അപ്പം ചേച്ചി എന്നാ ചോദിക്കാം? ഒരു പുസ്തകം ചോദ്യം ചോദിക്കും. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി. രണ്ടുപേർക്ക് ആര് പറഞ്ഞതോ ആർക്കും ഓക്കെയാണ്. ആര് പറയുന്നു? വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി. ഒരു രീതി ചിന്തിച്ചോ തന്നെ. അല്ല, അതല്ലാതെ ചില ദിവസം അതിന് മോശവും വരാറുണ്ടല്ലോ. അതെ. തെങ്ങേറ്റം. അയ്യോ കമലാക്ഷി അമ്മോ ഇവിടെ ഓവർടേക്ക് ചെയ്ത് തെങ്ങേറ്റെന്ന് പറഞ്ഞു. അടിപൊളി. വെരി ഗുഡ്. അപ്പം സൂപ്പർ നോവ കറി പൗഡർ നൽകുന്ന ഒരു കിടിലം ഓണ സമ്മാനമാണ് ബിജു ചേട്ടനുള്ളത്. അമ്മ നോക്കുകയാണ്, എന്റെ സമ്മാനം കൊണ്ടാണല്ലോണാ ഇവൻ പോകുന്നത്. എന്റെ കച്ചവടം കൊണ്ടു സമ്മാനം കൊണ്ടു. ഓണം അടിപൊളിയാണ്. അമ്മയ്ക്കും കൂടെ സമ്മാനം കിട്ടാനുള്ള ഒരു ചോദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ചോദിക്കും. അടയ്ക്കും തുറക്കും കിങ്ങിണി പത്തായം. അടയ്ക്കും തുറക്കും കിങ്ങിണി പത്തായം.
നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പൊ. വേണമെങ്കിൽ ക്ലൂ തരും. ദേവി ചേച്ചി ഒരു ക്ലൂ കൊടുക്കും. ദാ, ഇതൊരു ക്ലൂ ആണ്. നോക്കിയാൽ മതി. ഇതൊരു ക്ലൂ ആണ്. കണ്ണ് തകർത്തു. ഓക്കെ, അങ്ങനെ നമ്മുടെ കമലാക്ഷി അമ്മയ്ക്കും നമ്മുടെ ഒരു കിടിലൻ സമ്മാനം കൊടുക്കാൻ പോകണം. ശരി കേട്ടോ, ഈ ബെസ്റ്റ് മില്ലറ്റിന്റെ വക നല്ല ആരോഗ്യമായിട്ടിരിക്കട്ടെ. ഇങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി. അടിപൊളി. പതുക്കെ റെഡി ആയിട്ട് വരുന്നുണ്ടല്ലേ? അല്ല അതൊക്കെ അവിടെ കച്ചവടം മുടങ്ങി. ഞാൻ ബ്രാൻഡിങ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു ചേട്ടാ, അയ്യോ ചേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, അത് നമ്മള് ചേരില് വേണതാ. കടുകട്ടിയായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അര കിലോ വെണ്ടയ്ക്ക ക്യാരറ്റ് അവിടെ നിന്ന് എടുത്ത് വെണ്ടയ്ക്ക അത് വേണ്ട നമുക്ക്. ഇത് മതി. എന്നാ അവിടെ നിന്ന് അരക്കണം. നിരാശപ്പെടണ്ട. അത് ശരി. നമുക്ക് രണ്ട് ഉടക്കൊക്കെ ഉടക്കാം. ഓണത്തിൽ ഉടക്കട്ടെ. ദേവി ചന്ദ്ര ചേച്ചി അടുത്ത ആളെ പിടിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ പേര് പറയണം. എന്റെ പേര് വിമല. വിമല ചേച്ചി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പേര് പറഞ്ഞില്ല. സിന്ധു. സാധാ പേര് പറയാൻ ഒരു കൺഫ്യൂഷൻ. രണ്ടുപേരുണ്ട്. രണ്ടാമത്തെ പേരെന്താണ്? കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ. അതാണ് കുറച്ചുകൂടി രസം. കൊച്ചു ത്രേസ്യ. അത് കൊള്ളാം. പച്ചമുളകും കറിവേപ്പലയും മല്ലിയില. കാന്താരിയാണ് വേണ്ടത് ചേച്ചിക്ക്. കാന്താരി ഐശ്വര്യമായിട്ട്. കാന്താരി. കാന്താരി കറക്റ്റ് ആളുടെ തന്നെ കിട്ടി. സൂപ്പർ. അപ്പൊ ഇവിടെ ഒരു കച്ചവടം നടന്നിട്ടുണ്ട്. സംഗീത ചേച്ചി, ഇവിടെ ഒരു കച്ചവടം കാന്താരി ഇട്ട് സമ്മാനം നേടിയിട്ടുണ്ട്. ചേച്ചി, നമ്മുടെ വിമല ചേച്ചിക്ക് സൂപ്പർ നോവയുടെ വക കിടിലം കറി പൗഡർ ഒരു ക്യാമറ ആണ് കൊടുക്കുന്നത്. പക്ഷേ ചേച്ചി 220. നമ്മുടെ സാധനം കൊടുക്കുക ആദ്യം. റെഡി ടു ഡ്രിങ്ക് മിൽമ പാലട പായസം. നെല്ലിക്ക വേണം. നാളെ എന്തോ ഉണ്ടാക്കുന്നേ? വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക എത്ര വേണം? 1/4 കിലോ. ഓക്കെ. ക്ഷീര ഇവിടെ വെണ്ടയ്ക്ക കച്ചവടമായി. ഇവിടെ എന്താണ് ആയത്? ഇവിടെ എന്താ മേടിച്ച ചീര? ക്ഷീര ചീര. പേരെന്താ ചേച്ചിയുടെ? എന്റെ പേര് ഗിരിജ. ഗിരിജ. കൂടുതലേ ഉള്ളൂ. എവിടെ നിന്നാണ്? ചേച്ചി ഉള്ളൂർ. ചേച്ചി എവിടെ നിന്നാണ്? ഉള്ളൂർ തന്നെയാണ്. വേറെന്താണ് ചേച്ചി? ഒരുമിച്ചാണ്. വേറെന്ത് വേണം? എന്തൊരു കച്ചവടമാണ് രണ്ടിടത്തും കൂടെ. തകർത്തിയായിട്ട് കച്ചവടം നടക്കല്ലേ? ആടിപ്പൊളി. പിന്നെന്താണ് ചേച്ചി? പറഞ്ഞോ. ഇനി എന്തെങ്കിലും വേണം? ഒരു 50 മാങ്ങയും കൂടെ മേടിക്കുക ചേച്ചി. 2 കിലോ കപ്പ. അടിപൊളി. പിന്നെന്താ പിന്നെന്ത് വേണം? പിന്നെന്ത് വേണം ചേച്ചി? ഇതേ ചേച്ചി പോകരുത്. ചേച്ചിക്കുള്ള ഗിഫ്റ്റ് വരുന്നുണ്ട്. ഗിഫ്റ്റ് ഉണ്ട്. അതല്ലേ പ്രോഡക്റ്റ് കമ്പനിയായ ഡിപ്പോൾ അവതരിപ്പിക്കുന്ന പ്രോഡക്റ്റ് ആൻഡ് ഹോം ക്ലീനിങ് പ്രോഡക്റ്റ് കിറ്റ് ആണ്. ഹാപ്പി ആണോ? ഇത് മതി. ഇനി വേറെന്താണ്? കറിവേപ്പില, മല്ലിയില, കറിവേപ്പില കുറച്ച്. ചേച്ചി കറിവേപ്പില കൊടുക്കും. നല്ല ഫ്രഷ് കറിവേപ്പില. ഇത് ചേച്ചിയുടെ കസ്റ്റമർ ആണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും വയ്ക്കണ്ട. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യുന്നതിന്റെ ഉത്സവമാണ്. ഇപ്പോഴാണ് ശരിക്കും ഭഗവതി ആയത്. മുടി ചിക്കി ഉണർത്തി. ഉരുളക്കിഴങ്ങ്, ഉള്ളി, സവോള ഒന്നും സവോള വേണോ? എനിക്കറിയാം. മുഖം കണ്ടറിയാം സവോള. അത്ര മതിയാ? 1 കിലോ. 1 കിലോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ജീവനക്കാരി നമ്മുടെ പച്ചക്കറി മേടിക്കാനായിട്ട് ഇതിനോട് ചേച്ചി പോകരുത്. എല്ലാവരും ഒന്ന് കൈയടിച്ചാൽ വരും. എല്ലാവരും ഒന്ന് കൈയടിക്കും. പേരെന്താണ്? സുമ. സുമ. സുമ ചേച്ചിക്ക് സംഗീത ചേച്ചി. 390. ഓ, എനിക്ക് വയ്യ. കച്ചവടം തകർന്നിട്ടാണ് ഗിഫ്റ്റ് വരട്ടെ. അപ്പൊ 1 കിലോ മതിയോ? ദേവി ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ചേച്ചിക്ക്, ശ്രീകല ചേച്ചിക്ക് മിൽമയുടെ റെഡി ടു ഡ്രിങ്ക് പാലട പായസം. अरे ओ बेटा बेटी आप किधर थी? मैं आपको पता था कितने देर तक कितने साल तक आपको देख रहा था. ओ मेरी बहन, ओ मेरी भाई, इधर आओ. पचकरी खरीदो. ओणम है ना, मनाओ मनाओ. ബെർലിൻ ടീച്ചറാണ് വന്നിരിക്കുന്നത്. സംഗീത ചേച്ചി അടുത്തൊന്ന് ചെല്ലാമോ? അത് കോർപ്പറേഷനിലെ സുമ ചേച്ചിക്ക് ആമിസ്റ്റേ നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ്.
हमारे ओणम मनाने के लिए नागालैंड से हमारा भाई बहन आया है। ग्रीन चिली चाहिए। आपका नाम क्या है? मंजित। और आपका? अली। मंजित भाई को और पचकरी चाहिए। नहीं मंजित भाई और पचकरी नहीं चाहिए। नहीं चाहिए दाल नहीं। गिफ्ट है खो दो। थैंक यू हैप्पी യൂട്യൂബിൽ ഇന്ന് ഞാൻ റീൽസ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് കാണുന്ന നല്ല പാടുന്നതെല്ലാം കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ചിത്ര. മെർലിൻ ടീച്ചറിന് നല്ല സാധനങ്ങൾ കൊടുക്കും. ഫ്രഷ് ഗിഫ്റ്റും തരും. കണ്ടിപ്പേ 70 രൂപ. ഓക്കെ. മെർലിൻ ടീച്ചറിന് ബിബി കായത്തിന്റെ ഒരു കിടിലം സമ്മാനമാണ്. താങ്ക് യു. നമുക്ക് അങ്ങനെ ഇവരെ മാത്രം ഹാപ്പി ആക്കിയാൽ മതിയോ? പിന്നെ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ഇറങ്ങി എല്ലാവരും ഹാപ്പി ആക്കണ്ടേ? ഒരു കാര്യം ചോദിക്കണം. അമ്മി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം നമ്മൾ തിന്നിട്ട്? കുഴപ്പമില്ല. ഇനി അപ്പുറത്തോട്ട് ചേച്ചി മോള് വന്നാൽ കച്ചവടം ആടിപ്പൊളിയായിട്ട് നടന്നു. അടിപൊളി. ഒരു 1000 രൂപ നടക്കേണ്ട അടുത്ത് എത്ര ആവുന്നതാണ്? ഒരു 1500 നടന്നു. വെരി ഗുഡ്. നല്ല പടിയായിരുന്നല്ലേ? അത് നല്ല പണിയാ. പക്ഷെ ദേവി ചേച്ചി അവിടെ പോയി കട വാങ്ങിയെന്ന് തോന്നുന്നല്ലേ? അവിടെ നിന്ന് വരുന്നേ ഇല്ല ആള്. ആൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കാര്യം വെണ്ടയ്ക്ക പാവയ്ക്കാതൊക്കെ പറഞ്ഞ് അവിടെ രസിച്ചിരിക്കുക. ചേച്ചി ഒരു മിനിറ്റ് ചേട്ടോ. സംഗീത ചേച്ചി കണ്ടില്ലേ? സീരിയൽ കാണാറുണ്ട്. ആ അടിപൊളി. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സുരേഷ്. സുരേഷ്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാൻ പോവാടെ. എന്നെ തൊട്ടാൽ തൊടുന്നവരെ തട്ടും. ആ എന്താ അത്? ചേച്ചി അല്ല വൈദ്യുതി. നമുക്കിനി ഇനിയിപ്പോ ഇതിലെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ കാരണം വരുമോ? ചേട്ടന്റെ പേരൊക്കെ ഇത് പറഞ്ഞു. എന്റെ പേര് വിദ്യാധരൻ. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് കച്ചവടം? 45 വർഷമായിട്ടുണ്ട്. ഓ ഞാൻ പറയുന്ന കാര്യം ഒരു 3 തവണ ഫാസ്റ്റ് പറയണം, അല്ലെങ്കിൽ 5 അതൊന്ന് ശ്രമിച്ചു നോക്കുക. ഈ നെട്ടൂരാനോടാണോ തന്റെ കളി? ഈ നെട്ടൂരാനോടാണോടോ തന്റെ കളി? ഒരിക്കൽ കൂടെ. ഈ നെട്ടൂരാനോടാണോ തന്റെ കളി? ഈ നെട്ടൂരാനോടാണോടോ തന്റെ കളി? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. ആ, എന്താ പേരെന്താ? ദേവിക. എന്താ മോളുടെ പേര്? രണ്ടുപേരും പേര് ദേവിക. രണ്ടുപേരും ദേവികയാണ്. അവ 2 ദേവികയുടെ അടുത്ത് കൂടെ ഒറ്റ ചോദ്യം നമ്മൾ ചോദിക്കുന്നു. ഇത് ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതൊന്ന് സ്പീഡിൽ പറയണം, അത്രയേ ഉള്ളൂ. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. വൈകിട്ട് ഒരു റെയിൽ കൊടുത്തിട്ട് പോ. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. അടിപൊളി. സൂപ്പർ. ദേവിക Try ചെയ്തോ? ഇല്ല. ഞാൻ കൊച്ചിട്ട് എളുപ്പം പറയുക ഞാൻ വിചാരിച്ചാണ് കേട്ടോ. അറിയുന്നല്ലേ പറഞ്ഞു. പക്ഷെ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു. നീ പറഞ്ഞു കൊടുത്തതിനേക്കാളും നന്നായിട്ട് പറഞ്ഞു. ദേവി ചേച്ചി എവിടെ? ദേവി ചേച്ചി പറയൂല. ദേവി ചേച്ചി നമുക്ക് അവിടെ എങ്ങാനും പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ചേച്ചി അവിടുത്തെ കച്ചവടം പൊടി പിടിക്കുന്നത് കൊണ്ട് നമ്മുടെ അമ്മയെ ചേച്ചി പിടിച്ചു വെച്ചത്. അയ്യോ, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. ഇവിടെ കാണാം വരാം. നമ്മൾ ചോദ്യം ചോദിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സംഗീത ചേച്ചി വിഷമിച്ചിരിക്കുകയാണ്. അവിടെ പച്ചക്കറി വിറ്റ് ഞാനൊരു വഴിക്ക്. പക്ഷെ അടിപൊളിയാണ് കേട്ടാ. ഹലോ ഓട്ടോ ഓടിക്കുന്ന ചേട്ടാ പേര് മറന്നു ഞാന്. ജനീന. എങ്ങനെയുണ്ട് ഓണം സെയിലൊക്കെ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ടോ? റോഡൊക്കെ എങ്ങനെയുണ്ട്? വളരെ മോശം. അത് കുഴപ്പമാണ്. അപ്പൊ കൂടുതൽ പൈസ മേടിക്കാറുണ്ടോ? ഒട്ട റോഡിൽ കൂടെ പോകുമ്പോൾ? അല്ലെങ്കിൽ 4 കൊടുക്കാം 5 രൂപ കൂടുതൽ മേടിച്ചു അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. കറക്റ്റ് പൈസ മേടിക്കും. മീറ്റർ പൈസ മേടിക്കത്തുള്ളൂ. അടിപൊളി. അപ്പൊ ചേട്ടൻ ഒരു ചോദ്യം കിട്ടില്ല. ചോദ്യം ഓട്ടോ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതില് മോഹൻലാലിന്റെ പേരെന്തോയായിരുന്നു? മോഹൻലാലിന്റെ പേര് അത് മീനുക്കുട്ടി. മീനുക്കുട്ടിയുടെ പേരാണ്. മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേര്. ഹാപ്പി അല്ലേ ഓണത്തിന്റെ ഭാഗത്ത് നിന്ന് ഈറ്റ് ബെസ്റ്റ് മില്ലറ്റ് ഫുഡ്സ് നൽകുന്ന ഒരു കിടിലം ഗിഫ്റ്റ് ഹാമ്പർ ആണ്. അടിപൊളി. ഈ ഓണം ഹാപ്പി ആവട്ടെ. താങ്ക് യു ഏട്ടാ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. ചാടി പേടിച്ചു പോയി. എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് സൗമ്യ. സൗമ്യ. എന്ത് ചെയ്യണോ? ഞാൻ ദൂരദർശനിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങളുടെ പ്രോഗ്രാംസിന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പഴയ കെട്ടിപ്പിടിക്കുന്നില്ലേ? അപ്പൊ ഈ അത്തം തൊട്ട് തിരുവോണം വരെയുള്ള നാളുകൾ കറക്റ്റ് ഓർഡറിൽ ഒന്ന് പറഞ്ഞ ചേച്ചി. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, പൂയം, മൂലാടം, ഉത്രാടം,
മിൽമയുടെ പാലട തന്നെയാണ് ഒരു വർഷം ലാഭം കൊടുക്കരുത് ഒറ്റയ്ക്ക് കുടിച്ചോ ഹാപ്പി അല്ലേ ഓണം ഹാപ്പിയാണ് പ്രേക്ഷകർക്കും എനിക്ക് തോന്നുന്ന ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം ഈ രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആദ്യമായിട്ടായിരിക്കും അതെ. മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ നമ്മുടെ ഒരു പരീക്ഷണം നടത്തിയത്. പക്ഷെ അതെന്തായാലും വിജയകരമായിട്ട് പര്യവസാനിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മള് ഇപ്പൊ സീരിയൽ കാണുന്ന ഒരുപാട് പേര് നമ്മളെ കണ്ടു. അവര് നേരിട്ട് നമ്മളോട് പറയുമ്പോ ഇന്ന് സീരിയലില്ല അപ്പൊ അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് അതിലേറെ ചിലവരൊക്കെ നടന്നു പോയത് തീരെ പച്ചക്കറി വേണ്ട 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 ഇച്ചിരി പച്ചക്കറി മേടിച്ചേക്കാം ഒന്നും വേണ്ട ആൾക്കാർ വന്ന് പച്ചമുളകൊക്കെ മേടിച്ചോണ്ട് മറ്റേ നമ്മള് ഓരോ സിനിമയിലൊക്കെ അല്ലേ അത് ചേട്ടനും അനിയനും കച്ചവടം നടത്തുന്നവരും അതുപോലെയായിരുന്നു കേട്ടോ. അതായത് ഭാഷേരിയ പോരാട്ടം തന്നെയായിരുന്നു. ഒരാൾ ഇവിടെ കാന്താരി പേടിപ്പിക്കുന്ന നമ്മൾ ഉരുളക്കിഴങ്ങ് പേടിപ്പിക്കുന്ന ഒതിച്ച് ആഗ്രഹം മാറി മാറിയേ. അതെ അതെ അയ്യോ പക്ഷെ എല്ലാവരെയും നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ രണ്ടു നമ്മുടെ പ്രേക്ഷകരെത്താ പറയേണ്ടത് എന്താ ചോദിക്കേണ്ടത്? ഹാപ്പി അല്ലേ ഓണം No powered by Milma. നമ്മുടെ ഓണം നമ്മുടെ മിൽമ. എല്ലാ സൂര്യ ടി വി പ്രേക്ഷകർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണം